നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. അമ്മ ഇവിടെ എന്താ ആലോചിച്ച് നിൽക്കുവാ? വൈകുന്നേരമല്ലേ ഋഷിയുടെ കൂട്ടര് വരുന്നേ? ആ നേരത്തെ ഗോപിക ഇവിടെ ഉണ്ടായ ആകെ പ്രശ്നം. അതുകൊണ്ട് ചടങ്ങ് നടക്കുന്ന നേരത്തെ ഗോപിക ഇവിടെ വരാതെ നോക്കണം. അതിനിപ്പോ നമ്മൾ എന്ത് ചെയ്യും? എന്തെങ്കിലും ഒരു മാർഗം കണ്ടെത്തണം. ഒരു കാര്യം ചെയ്യാം, ഈ ഡ്യൂട്ടി ദേവിക ഏൽപ്പിക്കാം. നിന്റെ കാര്യം ഇപ്പൊ ദേവിക ഏറ്റിരിക്കയല്ലേ? അവളൊരു കാര്യം ഏറ്റതാ. അവള് നമുക്ക് വിശ്വസിക്കാം. ഇത് അവള് നമുക്ക് അനുകൂലമായി തന്നെ നടത്തിത്തരും. അമ്മേ, നിങ്ങൾ രണ്ടുപേരും കൂടെ ഇവിടെ എന്താ കാണിച്ചു കൂട്ടുന്നേ? എന്താടാ നിനക്കും തോറ്റി? വിവരങ്ങളൊക്കെ മഞ്ജു പറഞ്ഞു. അമ്മക്ക് ഇപ്പൊ തന്നെ അഞ്ജിത വിവാഹം നടത്തണം അല്ലേ? അതെ, നടത്തണം. ഇവക്ക് കല്യാണപ്രായം ആയില്ലേ? ഇനി എന്തിനാ വെച്ച് താമസിപ്പിക്കുന്നേ? അമ്മേ, ദേവിക ഇവിടെ നിൽക്കുമ്പോ അതിന് ദേവികയുടെ കല്യാണം നടത്താതെ ഇവളുടെ കല്യാണം നടത്തുന്നത് ശരിയാണോ? അതിനെന്താ കുഴപ്പം? ദേവിക നിൽക്കുമ്പോ ഇവളുടെ കല്യാണം നടത്തിയ മാനങ്ങ് ഇടിഞ്ഞു വീഴോ? അതോ ലോകം അവസാനിക്കോ? ഒന്നും സംഭവിക്കില്ല. അമ്മേ, കുറച്ചെങ്കിലും ഒരു മര്യാദ വേണം. അയ്യോ, മര്യാദയെ കുറിച്ചൊന്നും എന്റെ മോൻ എന്നെ പഠിപ്പിക്കല്ലേ. എടാ, ഇത് അഞ്ജിതയ്ക്ക് കിട്ടാവുന്നതിൽ വെച്ച് ഏറ്റവും നല്ലൊരു ആലോചനയാ. പൊന്നാരൻ തോട്ടത്തെ ഋഷി ആരാന്നാ നിന്റെ വിചാരം? കോടീശ്വരനാ, കോടീശ്വരൻ. അറിയോ നിനക്ക്? ഋഷി സാറാണല്ലോ. ഹലോ ഋഷി. എടോ, താനൊന്ന് വീഡിയോ കോളിൽ വന്നേ. എനിക്ക് അത്യാവശ്യമായിട്ട് തന്നെ നേരിട്ട് കണ്ടൊന്ന് സംസാരിക്കണം. എന്താ അത്യാവശ്യം? ആ, വീഡിയോ കോളിൽ വാടോ. ആ ശരി, ഞാൻ വരാം. ആ, വേഗം വാ. ഓ, ഒന്ന് അടങ്ങ് സാറേ, ഞാൻ ദാ വരുന്നു. നാട്ടു നടപ്പ് നോക്കിയിരിക്കാനേ നാട്ടുകാരല്ല നമുക്ക് ചെലവിന് തരുന്നത്. അവരല്ല ഇവിടുത്തെ കുടുംബ കാര്യങ്ങളിൽ തീരുമാനം എടുക്കുന്നത്. അമ്മ, ഞാനൊന്ന് പറയട്ടെ. എന്താ എന്താ ഇവിടെ എന്താ? കുറെ നേരമായാലും തുടങ്ങിയിട്ട് പിന്നെ തുടങ്ങിയോ? മുത്തശ്ശ, ഞാൻ ചോദിക്കായിരുന്നു, ദേവികയും ഗോപി ഇവിടെ നിൽക്കുമ്പോ ഈ അഞ്ജിതയ്ക്ക് നിർത്ത്. നിങ്ങളുടെ സംസാരമൊക്കെ ഞാൻ കേട്ടു. അനീഷേ, അഞ്ജിത ആത്മഹത്യക്കൊക്കെ ശ്രമിച്ചത് നീ അറിഞ്ഞല്ലോ. വീട്ടിനുള്ളിൽ വെച്ചായതുകൊണ്ട് കൃത്യസമയത്ത് നമുക്ക് തടയാൻ സാധിച്ചു. ഈ വിവാഹം നടക്കാത്തതിന്റെ പേരിൽ പുറത്തു വെച്ചെങ്ങാനും കടുക ചെയ്യാൻ മുതിർന്നാൽ നമുക്ക് തടയാൻ സാധിച്ചില്ലെങ്കിലോ? എന്താകും? ആ ദുഃഖം ജീവിതാന്തി വരെ മാറും. അനീഷേട്ടാ, നിങ്ങൾ കുറച്ചു നേരം മിണ്ടാതിരിക്കെ. അവിടെ ഗോപിക വന്നിട്ടുണ്ട്. എന്റെ കല്യാണത്തിന് മുന്നേ അഞ്ജിതയുടെ കല്യാണം ആലോചിക്കുന്നു എന്ന് പറഞ്ഞ ഗോപിക അതൊരു ഇഷ്യൂ ആക്കും. തൽക്കാലം നിങ്ങൾ എല്ലാരും ഒന്ന് സമാധാനിക്കേ. അഞ്ജിതേ, നീ ധൈര്യമായിട്ടിരിക്കെ. ഞാൻ പറഞ്ഞ വാക്ക് ഞാൻ പാലിച്ചിരിക്കും. നീയും ഋഷിയായിട്ടുള്ള വിവാഹം ഞാൻ നടത്തി തരും. അയ്യോ, ഞാൻ ഇപ്പൊ ഇങ്ങോട്ട് വന്നതല്ലേ ഉള്ളൂ, അപ്പോഴേക്കും കാണാൻ തിടുക്കുവായോ? എടോ, ഞാനൊരു കാർ വാങ്ങാൻ പോവാ. അതിന്റെ കാര്യങ്ങളൊക്കെ തീരുമാനിക്കേണ്ടത് താനാ. അതൊക്കെ മുതലാളി തന്നെ തീരുമാനിച്ചാ പോരെ? ഇനി മുതലാളി താനാ ഇനി എല്ലാം നിയന്ത്രിക്കേണ്ടത്. താൻ പെട്ടെന്ന് ഇങ്ങോട്ട് വാടോ. എനിക്കിനിയും കാത്തിരിക്കാൻ വയ്യ. ഉടനെ വിവാഹ നിശ്ചയം നടത്തി വെക്കണം. എങ്കിൽ പിന്നെ നമുക്ക് ലൈസൻസ് ആയല്ലോ. അതുകൊണ്ട് ആദ്യം കല്യാണം ഫിക്സ് ചെയ്യാം. അതിനുശേഷം ചേച്ചിക്കും പറ്റിയൊരു വരനെ കണ്ടെത്താം. എന്തിനാ ഇത്രയും തിടുക്കം? തന്നെ കൂടാതെ എനിക്ക് ജീവിക്കാൻ പറ്റില്ലടി മോളെ. ഒന്ന് പോ. നാളെ സ്കൂൾ കഴിഞ്ഞ് വന്നാൽ ഉടനെ തന്നെ ഋഷിയുടെ വീട്ടിൽ പോയി വിവാഹകാര്യം സംസാരിക്കാം. അഞ്ജിത ആന്റി സമാധാനമായിട്ടിരിക്കെ.
അല്ല അമ്മ എന്തിനാ ചിരിക്കുന്നത്? അല്ല മിണ്ടാപ്പൂച്ച കണ്ണടച്ച് പാല് കുടിച്ചാ ആരും അറിയില്ല എന്ന് വിചാരിച്ചോ? എനിക്ക് മനസ്സിലായില്ല. നിനക്കൊന്നും മനസ്സിലാവില്ല. അല്ല എത്ര നാളായി മോന് ഇത് തുടങ്ങിയിട്ട്? എന്ത് പ്രേമം. പ്രേമോ? എന്താടാ നീ അങ്ങനെ ഒരു വാക്ക് കേട്ടിട്ടേ ഇല്ലേ? കണ്ടോ അവന്റെ മുഖത്ത് ആ കള്ളത്തരം കണ്ടോ? അപ്പൊ ഗോപിക എല്ലാം ചേച്ചിയോട് പറഞ്ഞു അല്ലേ? എന്താടാ ഒരു ചിരി? ഇവര് പറയുന്ന വാസ്തവം തന്നെയാണല്ലേ? ആ എന്താ കല്യാണം കഴിക്കാൻ സമ്മതമാണോ? ആ വായ തുറന്ന് പറയടാ. സമ്മത. ആ എടാ ദേവികയുടെ അനിയത്തിയെ നിനക്ക് അത്രയ്ക്ക് ഇഷ്ടമാണോ? അതെ. എന്നാ കല്യാണം നടത്തണ്ടേ? അത് ആ അപ്പഴേ ഇനി ഇത് വെച്ച് നീട്ടിക്കൊണ്ട് പോണ്ട. ആ, നാളെ തന്നെ നമുക്ക് ദേവികയുടെ വീട്ടിൽ പോയി സംസാരിക്കാം. ഏട്ടനെ അവരോടൊന്ന് സംസാരിക്കാം. ആ, ഞാനിപ്പോ തന്നെ വിളിക്കാം. അതെ അമ്മയുടെ പൊന്നുമോൻ പോയിന്ന് ഫ്രഷ് ആയിട്ട് വാ. എനിക്ക് വിശദമായിട്ട് കാര്യങ്ങളൊക്കെ ചോദിച്ചറിയാനുണ്ട്. ഗോപി എന്നെ ഞെട്ടിച്ചു കളഞ്ഞല്ലോ. അവളെ ഒന്ന് വിളിക്കാം. അല്ലെങ്കിൽ വേണ്ട, അവളെനിക്ക് സർപ്രൈസ് ഒന്നും ഞെട്ടിച്ചതല്ലേ. നാളെ അവൾക്കൊരു സർപ്രൈസ് കൊടുക്കാം. അമ്മ ഇവിടെ എന്താ ആലോചിച്ച് നിൽക്കുവാ? വൈകുന്നേരമല്ലേ ഋഷിയുടെ കൂട്ടര് വരുന്നേ? ആ നേരത്ത് ഗോപിക ഇവിടെ ഉണ്ടായ ആകെ പ്രശ്നം. അതുകൊണ്ട് ചടങ്ങ് നടക്കുന്ന നേരത്ത് ഗോപിക ഇവിടെ വരാതെ നോക്കണം. അതിനിപ്പോ നമ്മൾ എന്ത് ചെയ്യും? എന്തെങ്കിലും ഒരു മാർഗം കണ്ടെത്തണം. ഒരു കാര്യം ചെയ്യാം, ഈ ഡ്യൂട്ടി ദേവിക ഏൽപ്പിക്കാം. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.